കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അതായത് നിലവിൽ കേരളത്തിന്റെ പ്രതിപക്ഷത്തെ പോലെ സർക്കാരിനെ ഏതു വിധേനയും സമ്മർദ്ദത്തിലാക്കുവാൻ പഠിച്ച പണി 18 നോക്കുന്ന എല്ലാ തരത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കന്മാരെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെയും യുവജന പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെയും എല്ലാം തെരുവോരങ്ങളിൽ അടക്കം ഒറ്റയ്ക്ക് നിന്ന് പോരടിച്ച് എതിർത്ത് സംസാരിക്കുന്ന കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിൽ നിരവധി ഗവർണർമാർ വന്നിട്ടുണ്ട്, പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു ഗവർണറാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം വലിയ സമ്മർദ്ദങ്ങളാണ് ഭരണപക്ഷത്തിനെതിരായി സർക്കാരിനെതിരായി നടത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് നിലമേലിൽ തനിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ SFI പ്രവർത്തകർക്കെതിരായി ഒരു കടത്തിണ്ണയിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ച് അവരെ അറസ്റ്റ് ചെയ്യുന്നത് വരെ അവിടെ നിന്ന് ഒരു അണുവിട പോലും അനങ്ങില്ല എന്ന ഉറച്ച നിലപാടെടുത്തുകൊണ്ട് അവിടെ നിലയുറച്ചു നിന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മിനിസ്റ്ററായ അമിത്ഷായെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരെയും വിളിച്ച് തൻ്റെ അവിടുത്തെ അവസ്ഥയെ വ്യക്തമായി പറഞ്ഞ് ഇതിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം തൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചതിനെ തുടർന്ന് ഗവർണർ ആവശ്യപ്പെടാതെ തന്നെ CRPFകാരെ എത്തിച്ചു നൽകി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി, സർക്കാരും ഗവർണറും തമ്മിലുള്ള തമ്മിലടിയൊക്കെ ഒന്ന് അകന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അടുത്ത അംഗപ്പുറപ്പാടിന് തയ്യാറെടുക്കുകയാണ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തന്റെ കീഴിലുള്ള എല്ലാ VCമാർക്കും എല്ലാ വൈസ് ചാൻസലർമാർക്കും അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് കേരളത്തിന്റെ ഗവർണർ. അദ്ദേഹം പറഞ്ഞത്, 1 മാസം മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്, 1 മാസത്തിനുള്ളിൽ സെർച്ച് കമ്മിറ്റിയിലെ പ്രതിനിധിയെ നിയമിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു കേരള ഗവർണർ. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ താൻ മിണ്ടാതെ നിൽക്കാൻ തയ്യാറല്ല, ശക്തമായി അതിനെതിരെ പ്രതികരിക്കും. തൻ്റെ മേൽനോട്ടത്തിൽ, അതായത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മേൽനോട്ടത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കും. ആ കമ്മിറ്റി മുഖാന്തരം നടപടികൾ നടത്തുകയും ചെയ്യുമെന്ന താക്കീത് കൂടി നൽകുന്നുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ. 8 VCമാർക്കും ഇതേ തുടർന്നുള്ള നിർദ്ദേശം എത്തിക്കഴിഞ്ഞു. എന്തായാലും രാഷ്ട്രീയ സാഹചര്യം കുറച്ചുകൂടി കലുഷിതമാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. വീണ്ടും SFIയുടെയും DYFIയുടെയും ഭാഗത്തു നിന്നുള്ള, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ ഉണ്ടായാൽ നിലവിലത്തെ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ CRPF ഈ വിഷയത്തിൽ ഇടപെടുമോ, ഏതൊക്കെ തരത്തിൽ കേന്ദ്രത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്കൊക്കെ ഈ സമരമുറകൾ, SFI നടത്തുവാൻ പോകുന്ന സമരമുറകൾ, DYFI നടത്തുവാൻ പോകുന്ന സമരമുറകൾ, CPIM നടത്തുവാൻ പോകുന്ന സമരമുറകളൊക്കെ പോകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട ഒന്ന് തന്നെയാണ്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആദ്യം SFI അടക്കമുള്ള വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ഗവർണർക്കെതിരായി വലിയ സമരങ്ങൾ നടത്തിയത്. പിന്നീട് തിരുവനന്തപുരത്തിന്റെ വിവിധ ഇടങ്ങളിൽ വെച്ച് അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയും അദ്ദേഹത്തിന്റെ കാറിൽ ആഞ്ഞ് തല്ലുകയും ചെയ്തു. ഇതേ തുടർന്ന് അദ്ദേഹം റോഡിലേക്ക് ഇറങ്ങി വരികയും വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലേക്കൊക്കെ SFIക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, DYFIക്കെതിരെ ഒക്കെ വലിയ രോക്ഷാകുലനായി സംസാരിക്കുകയും ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ച് വരേണ്ട വേദികൾ, അതായത് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്, അതുപോലെ തന്നെ നയപ്രഖ്യാപനം നടത്തുന്ന ഇടം, അവിടങ്ങളിലൊന്നും മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതെ, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ചിരിക്കാതെ, ഹസ്തദാനം നൽകാതെ തന്റെ കർത്തവ്യങ്ങൾ, തന്റെ കടമകൾ പേരിന് നടത്തി പോകുക മാത്രമാണ് ഗവർണർ ചെയ്തത്. ഭരണഘടനാപരമായി തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ കർത്തവ്യങ്ങളും ചെയ്യുക എന്ന ഉത്തരവാദിത്വത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അത് ചെയ്തു എന്ന് വരുത്തി തീർത്ത് പോവുക മാത്രമാണ് ഗവർണർ ചെയ്തത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് തനിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കരിങ്കൊടി പ്രതിഷേധം ജനാധിപത്യപരമായി നിങ്ങൾക്ക് നടത്താം, നിങ്ങൾക്ക് എനിക്കെതിരെ പ്രതിഷേധം നടത്താം, പക്ഷേ എൻ്റെ കാറിൽ അടിക്കരുത്, എൻ്റെ കാറിൽ തൊടരുത്. പക്ഷേ കൊല്ലത്ത് വെച്ച് അത്തരത്തിൽ SFI പ്രവർത്തകർ തൻ്റെ കാറിൽ അടിച്ചു, അല്ലെങ്കിൽ എന്തോ എടുത്ത് എറിഞ്ഞു എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലമേലിൽ ഇറങ്ങി അവിടെ കസേരയിട്ട് ഇരുന്നത്. ഇതേ തുടർന്ന് CRPFന്റെ പരിരക്ഷ വരുന്നു. ആ CRPFന്റെ പരിരക്ഷ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അടുത്ത നീക്കത്തിന് വേണ്ടി, CRPF ഉണ്ട് എന്ന ധൈര്യത്തിന് പുറത്താകാം, ഗവർണർ അടുത്ത നീക്കത്തിന് വേണ്ടി കളമൊരുക്കുന്നു. ആ നീക്കം ഇവിടുത്തെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന നീക്കം തന്നെ ആയിരിക്കും. അതിനെതിരെ രൂക്ഷമായ രീതിയിലുള്ള സമരമുറകളുമായി SFIയും DYFIയും വരുവാനുള്ള സാധ്യതകളും ഏറെയാണ്. വരും ദിവസങ്ങളിൽ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ കലുഷിതമാകുന്ന തരത്തിലേക്ക് കേരളത്തിലെ തെരുവോരങ്ങൾ മാറുമോ എന്ന് സംശയിക്കേണ്ടതായിരിക്കുന്നു.
സമരങ്ങൾ കടുപ്പിക്കുമെന്ന് SFI നേരത്തെ പറഞ്ഞിരുന്നു. സമരങ്ങൾ കടുപ്പിച്ചു തന്നെ ഗവർണർക്കെതിരായ രൂക്ഷമായ സമരമുറകളുമായി മുൻപോട്ട് പോകുന്നത് CRPF ആണെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് SFI പറയുന്നിടത്ത് ഗവർണർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് താൻ വിശ്വസിക്കുന്നത് വിവേകാനന്ദനിലാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ദുഷ്കരമായ സാഹചര്യത്തിലും ആ സാഹചര്യത്തിനെ നെഞ്ചും വിരിച്ച് നേരിടണമെന്ന്. അത്തരത്തിൽ ഞാൻ നേരിടും. 35-ാമത്തെ വയസ്സിൽ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾക്ക് മുമ്പിൽ താൻ ഭയപ്പെട്ടിട്ടില്ല. പിന്നെയല്ലേ ഒരു ഗവർണർ ആയിരിക്കുമ്പോൾ 75-ാമത്തെ വയസ്സിൽ താൻ ഭയപ്പെടില്ല, തന്നെ ഭയപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട എന്ന താക്കീത് കൂടി അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് ഗവർണർ നൽകുകയും ചെയ്തതാണ്. ഈ സാഹചര്യത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഗവർണറും ഭരണപക്ഷവും തമ്മിലുള്ള വാക്പോരുകൾ, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, അതേ തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ട ഒന്നാണ്.